ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഡോക്ടറിന്ന്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തുകൊണ്ട് ചില കുട്ടികൾക്ക് മാത്രം എൻട്രൻസ് എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഈവൻ ദോ ഈ കുട്ടികൾ തിയറി എക്സാമിലൊക്കെ നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണ്, ഈവൻ ബോർഡ് എക്സാമിലൊക്കെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയിട്ട് വന്ന ആളുകൾ എൻട്രൻസ് എക്സാം എന്നുള്ള ഈ ഒരു പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് അവർ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നന്നായി എൻട്രൻസ് കിട്ടിയ കുട്ടികളുടെ ബാക്ക് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അവർ LSS, ചെറിയ ക്ലാസ് മുതൽ തന്നെ LSS, USS, NMMS എക്സാമുകളിൽ, അല്ലെങ്കിൽ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡുകൾ, അല്ലെങ്കിൽ ടാലൻറ്റ് സെർച്ച് ഡിഫറെൻറ്റ് എക്സാമുകളൊക്കെ എഴുതിയിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MCQ എക്സാം പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ആ കണ്ടന്റ് നോളജ് നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. അത് ടൈം മാനേജ്മെൻറ്റ് മുതൽ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്ന മുതൽ ഡിഫറെൻ്റ് ആയിട്ട് അതിന് ഓപ്ഷൻസിനെ കാണാനുള്ള നമ്മുടെ ഐഡിയ ഫോം ചെയ്യുന്ന മുതലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫോം ചെയ്യാണ്. സോ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏർലി ആയിട്ട് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെങ്കിൽ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ക്ലാസ് മുതൽ തന്നെ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുന്ന ആളുകൾ നല്ലൊരു പ്ലെയർ ആവും എന്ന് പറഞ്ഞതുപോലെ തന്നെ MCQ എക്സാം നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനൊക്കെ ഈ പറഞ്ഞ MCQ പോലെയുള്ള എൻട്രൻസ് എക്സാമിന് ട്രെയിൻഡായി മാറും എന്നുള്ളതാണ്. സോ ഡോപ്പ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു റീസെൻ്റ് ആയിട്ട് ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് എക്സ്പോഷർ കിട്ടാൻ വേണ്ടി അവർക്കുള്ള 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ടോപ്പിക് വെച്ചുകൊണ്ട് ഒരു എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്ത് നോക്കുക എന്നുള്ളത്. പലർക്കും എക്സാം എന്ന് പറയുമ്പോൾ പേടിയാണെന്ന് അറിയാം. ബട്ട് നിങ്ങൾ +2 കഴിഞ്ഞ് ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്തായാലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുള്ള ആളുകൾ എന്തായാലും ചെയ്ത് നോക്കുക. സ്പെസിഫിക് ആയിട്ട് ഇതിന് വേറെ പഠനങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. നിങ്ങൾ ഓണം എക്സാം വരെയുള്ള 10ാം ക്ലാസ്സിലെ പോർഷൻസ് മാത്രമല്ല 8-9 ക്ലാസ്സിലെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കണ്ടന്റുകൾ, മോർ ദാൻ ദാറ്റ് MCQ എക്സാം എഴുതാനുള്ള നിങ്ങളെ സ്കില്ല് എന്നുള്ളതാണ് ഈ ഒരു എക്സാമിൽ ഡോപ്പ നോക്കുന്നത്. ഡോപ്പയിലെ +1, +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കുള്ള അഡ്മിഷനൊക്കെ ഇത് ബേസ് ചെയ്താണ് കൊണ്ടുവരുന്നത്. സോ നമ്മൾ നേരത്തെ ഏർലി തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതേപോലെ കോമ്പറ്റീഷൻ എക്സാമാണ് നിങ്ങളെ മൈൻഡിൽ കീപ്പ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങളെ കരിയറൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതണം എന്നുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഈ ഒരു എക്സാം ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ വരുന്ന സൺഡേ 21 സെപ്റ്റംബർ ഈവനിങ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സൺഡേ ആണ്. നിങ്ങളൊരു ഫ്രീ ഉള്ള ഡേ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം നോക്കുക. നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് പ്രിപ്പറേഷനിലേക്കൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളെ ബേസിക് ആയിട്ടുള്ള MCQ ചെയ്യാനുള്ള എബിലിറ്റി മാത്രമാണ് ഇതിൽ നോക്കുന്നത്. കൂടുതലായിട്ട് മെൻ്റൽ എബിലിറ്റി, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്പർ കൊണ്ടുള്ള ഗെയിം, ട്രിക്കി ആയിട്ടുള്ള സീക്വൻസ് നോക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സാമിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾ MCQ എക്സാമിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണെന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ +2 കഴിയുന്ന സമയത്ത് നേരെ ചെന്ന് ഞാനൊരു എക്സാം എഴുതി പോകുമ്പോൾ എന്തുകൊണ്ട് എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾ അതാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്ലോലി ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ എക്സാമിന് താല്പര്യമുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം.